ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ബറാസ് വേൾഡ്. അപ്പോൾ നിങ്ങളെല്ലാം തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലഡ്ഡു ആണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് കടലമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫുഡ് കളറാണ്. നമ്മൾ ലഡുവിന് നല്ല കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളറിന് പകരമായിട്ട് ടെർമറിക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ലഡുവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അതിനുശേഷം ഞാനൊരു കടായി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതേപോലത്തെ ഒരു അരിപ്പച്ചട്ടകത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്ത് ഇതിന് അരിപ്പച്ചട്ടകം എന്നാണ് പറയുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ബൂന്തിയായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ബൂന്തിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ആയിക്കിട്ടും. ഒരു 5 മിനിറ്റ് ഇതിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എൻ്റെ ബൂന്തിയെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റേണ്ട ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഇതേപോലെ തന്നെ ബൂന്തിയാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് പഞ്ചസാര സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര സിറപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ബൂന്തിയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തരിതരിയായിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇതേപോലെ വെക്കണം. നമ്മൾ ഈ പഞ്ചസാര സിറപ്പൊക്കെ ഈ ബൂന്തി നന്നായിട്ട് കുടിക്കണം. അപ്പോൾ ഇതിന് ഒരു 1/2 മണിക്കൂർ നമുക്ക് അടച്ചിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂർ അടച്ച് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതിന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ലഡു ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ലഡു ആക്കിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേളിൽ കാഷ്യൂനട്ട് വെച്ചിട്ട് ഡെക്കറേറ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ലഡു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.